എല്ലാ പ്രിയപ്പെട്ടവർക്കും റിവൽ ടുഡേ മീഡിയയിലേക്ക് ഉള്ള സ്വാഗതം അറിയിക്കുന്നു. ഡെയിലി ബ്രെഡ് ധാരാളം പേർക്ക് അനുഗ്രഹകരമാണെന്ന് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു ഫെയ്ത്തോടെ വേണം വരാൻ, ഒരു വിശ്വാസത്തോടെ. കാരണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം ഒരു യാചകരെ പോലെ ചെല്ലണമെന്നല്ല, അവനിൽ നിന്ന് നാം പ്രാപിക്കുമ്പോൾ ആ ഏതു മനോഭാവത്തോടു കൂടി ആയിരിക്കും നാം ചെല്ലുന്നത്. ശതാധിപൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, അതിൻ്റെ ബാല്യക്കാരൻ ദീനമായി കിടക്കുന്നു. സാധാരണഗതിയിൽ ഞാനോ നിങ്ങളോ ഞാൻ എന്തായിരിക്കും പറയുന്നത്, കർത്താവെ വന്ന് പ്രാർത്ഥിക്കണേ, ആ വിഷയത്തിന് എനിക്ക് മറുപടി തരണേ. പക്ഷെ അദ്ദേഹം പറയുന്നൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവ് പെട്ടെന്ന് പറഞ്ഞാൽ വരാം, ഞാൻ വന്ന് സൗഖ്യമാക്കാം. വേണ്ട, നീ ഒരു വാക്ക്. കാരണം യേശുവിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ വേണം, ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അത്ഭുതം നടക്കണം. പക്ഷെ പറയുന്ന വിശ്വാസത്തിൻ്റെ ഒരു വഴി വേണം. ഇങ്ങനെ പറയാം, യേശുവിന് പ്രവർത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം താൻ തീർക്കുകയാണ്. ഞാൻ നമ്മളോട് പറയട്ടെ, കരഞ്ഞ് 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 വിലപിച്ച് വിലപിച്ച് നിങ്ങൾ യാചകരെ പോലെ മണിക്കൂറുകളും ദിവസങ്ങളും കളയുന്നതിന് പകരം ചില വിഷയങ്ങളിൽ ശതാധിപൻ അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല, നമുക്കറിയാം. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ അവരൊരു സാധാരണ വ്യക്തിയായിട്ട് ആ ലോകം അന്ന് കാണുമ്പോൾ അവൻ്റെ കൂടെ കൂടാനുകൂടി ദൂതന്മാരുണ്ടെന്നും സൈന്യമുണ്ടെന്നും സാധാരണ ഒരാളല്ലെന്നും അധികാരത്തിന് കീഴിലുള്ളവനാണെന്നുമാണ് അവൻ പറഞ്ഞൊരർത്ഥം. അപ്പോൾ ഈ ചെറിയ സന്ദേശം എനിക്കിതേ പറയാനുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ നാം നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ ചിന്തകളിലോ നാം ആ പ്ലാറ്റ്ഫോം തീർക്കണം. വളരെ പെട്ടെന്നായിരിക്കും അവിടെ നടക്കുന്നത്. കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, തിരിഞ്ഞു പറഞ്ഞു, ഞാൻ ഇസ്രായേലിൽ പോലും ഇങ്ങനെ വിശ്വാസം കണ്ടിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, അവനോട് പൊയ്ക്കൊള്ളുക, നിൻ്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കും. അപ്പം ദൈവത്തിൻ്റെ മേലുള്ള, യേശുവിൻ്റെ മേലുണ്ടായിരുന്ന സൗഖ്യം, ആ വിടുതലിൻ്റെ അഭിഷേകം അവൻ്റെ ഭവനത്തിൽ ബന്ധിതനായി കിടക്കുന്ന, തളർന്നു കിടക്കുന്ന ദാസനിടക്കിലേക്ക് റിലീസ് ചെയ്യാൻ അവൻ ഉപയോഗിച്ച ഫെയ്ത്താണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴൊക്കെ വന്നാലും ഈ ഒരു മനോഭാവത്തോടുകൂടിയാണ് വരാൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം, കർത്താവേ നീ വലിയവൻ, വ്യത്യസ്തമായ ലെവലിൽ കർത്താവേ നീ വാക്ക് പറഞ്ഞതാണ്, നീ വിശ്വസ്തനാണ്, നിനക്കത് കഴിയും. ഒരു പ്ലാറ്റ്ഫോം വിശ്വാസത്തിൻ്റെ തീർത്തുകൊണ്ട് നിങ്ങൾ വന്നാൽ പെട്ടെന്ന് ദൈവത്തിന് ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് വേണ്ടി വിടുതലയക്കാൻ കഴിയും. കാരണം ദൈവം പ്രവർത്തിക്കുന്ന മുഴുവൻ വിശ്വാസത്തിൻ്റെ മീതെയാണ്, മറന്നുപോലെ.